ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പ്രൊമോ ആണത്. പ്രേക്ഷകർ കാത്തിരുന്ന രീതിയിലാണ് ആ പ്രൊമോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണ് ആ പ്രൊമോയിലുള്ളതെന്ന്. കാറ്റത്തെ കിളിക്കൂടിൽ ഇപ്പോഴാണെങ്കിൽ വലിയധികം പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് നീതു തന്നെ കാരണം. അവർ തമ്മിലുള്ള ഇഷ്ടം അവളുടെ വീട്ടിൽ അറിഞ്ഞതോട് കൂടിയാണല്ലോ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ അവർ ഒരുപാട് തവണ അവരോട് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും കൂടെ തന്നെ നീതുവിൻ്റെ ഏട്ടൻ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതും വളരെയധികം മോശമായ രീതിയിൽ സുധീഷിനെയും സുഭാഷിനെയും അരീഷിനെയും നികേഷിനെയും വെച്ചിട്ട് മോശമായ രീതിയിലാണ് കേട്ടോ അവൻ അവളോട് സംസാരിച്ചത്. അത് അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട്. അങ്ങനെ അവൾ കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നവൾ എല്ലാവരോടും ഈ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരെയും ചോര തിളയ്ക്കാണ് കേട്ടോ. കാരണം ബാക്കി 3 പേർക്കും അവൾ പെങ്ങളാണെങ്കിൽ സുധീഷിന് അവൻ്റെ നെഞ്ചിൽ കൊത്തിവെച്ച പ്രണയത്തിൻ്റെ രൂപമാണല്ലോ നിധി. അതുകൊണ്ട് തന്നെ അവന് സഹിക്കാൻ തന്നെ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ അവളെയും വിളിച്ചു കൊണ്ടുപോയിട്ട് റോഡ് സൈഡിൽ അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അതായത് നീതുവിൻ്റെ ബ്രദർ. എന്നിട്ട് അവനെ തലങ്ങും വിലങ്ങും അടിക്കാണ് കേട്ടോ. അപ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവൾ ഭാസ്കരനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ആ റോട്ടുമെന്ന് വിളിച്ച് പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നാണല്ലേടാ നിങ്ങൾക്കൊക്കെ നാട്ടുകാരാണെന്ന് പറയാൻ. കാരണം ഒരു പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ ഒരു ചെക്കൻ അപമാനിക്കുമ്പോൾ അതൊക്കെ നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് അവനെ അടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പോലീസിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ ഇവർ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് അവൻ്റെ കൈയും കാലും തല്ലൊടിക്കണമായിരുന്നു. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തിനാ സുധീഷ് എങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എന്താ ജയിലിൽ പോയി കിടക്കാനാണ്. അപ്പോൾ അവൻ പറയുന്നത്, പിന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എങ്ങനെ നോക്കി നിൽക്കുക എന്നൊക്കെ അവൻ്റെ ദേഷ്യം അങ്ങനെ തീരുവോളം എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴാണ് പുറത്ത് വലിയൊരു വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ പോലീസായിരുന്നു. അത് കണ്ടപ്പോൾ അവരെല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ. കാരണം തെളിവ് അവരുടെ അടുത്താണല്ലോ, അവൻ്റെ മേലല്ലേ അടിച്ച പാടുകളും കാര്യങ്ങളൊക്കെ, ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് നിധിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അവർ വീണ്ടും ജയിലിൽ കയറാൻ പോവില്ല എന്നൊക്കെ ഓർത്ത് അവൾക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും അവളും ധൈര്യത്തോടു കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ആ സമയത്ത് തന്നെ നീതുവിൻ്റെ അമ്മ അവരെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, കണ്ടോ സാറേ ഇവരാണ് എൻ്റെ മകനെ തല്ലി ചതച്ചത്, ഇവരെ മേലെ എന്തായാലും കേസ് എടുക്കണം. അപ്പം പോലീസുകാരൻ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, സാർ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, അവരെന്നെ മോശമായിട്ടാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിലുള്ള എൻ്റെ ആങ്ങളമാരെയും അതുപോലെ എൻ്റെ അച്ഛനെയും വെച്ചിട്ടാണ് അവർ മോശം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് കേട്ട് നിൽക്കണമായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ പോലീസും ഒന്ന് സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു രീതിക്ക്. അത് കേട്ടപ്പം ബാക്കി എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അതായത് സുഭാഷ് ഏട്ടനും നികേഷിനും അരീഷിനും സുധീഷിനും അതുപോലെ നമ്മുടെ ഭാസ്കരനും നല്ല സന്തോഷമാവുന്നുണ്ട്. അവൾ ഇത്രയധികം അവർക്ക് വേണ്ടി പറയുന്നുണ്ടല്ലോ, അതും അവിടെയൊക്കെ സ്വന്തമെന്ന് അവൾ ചേർത്തിട്ടുണ്ട്. അത് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. എന്നിരുന്നാലും സുധീഷിന് ചെറിയൊരു സങ്കടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അവൾ ആങ്ങളാന്നാണല്ലോ മെൻഷൻ ചെയ്തത്. പോട്ടെ, എന്നാലും അവന് ദേഷ്യമാണ് കൂടുതൽ അവനോട്, അതായത് നീതുവിൻ്റെ ബ്രദറിനോട്. അങ്ങനെ ഈ പ്രശ്നം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നീതു വരുന്നുണ്ട്. അങ്ങനെ അവൾ അവരോട് പറയുന്നുണ്ട്, സാർ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ 2 പേരും ഇഷ്ടത്തിലാണ്, എൻ്റെ വീട്ടുകാരാണ് ഞങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഷോക്കാവുന്നുണ്ട്. കാരണം അവളിങ്ങനെ പറയുമ്പം അവരെന്തായാലും അവളെല്ലാം വിശ്വസിക്കത്ത്. കേട്ടപ്പോൾ പോലീസ് അവളോട് ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട്, നീ ആരാപ്പോൾ? അവൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയാണ് സാർ ഇവരുടെ മകളാണ് ഞാനും അരീഷും ഇഷ്ടത്തിലാണ്. ഇനിയിപ്പോൾ അവർ കേസിന് പോവുകയാണെങ്കിൽ കോടതിയിൽ ഞാൻ പറയും എനിക്ക് അരീഷിനെ മതി, ഞാൻ അരീഷിൻ്റെ കൂടെ ജീവിക്കൂ. അത് കേട്ടപ്പം അരീഷിന് ഭയങ്കര സന്തോഷവും ഒരു അഭിമാനമൊക്കെ തോന്നുകയാണ് കേട്ടോ. എന്നാൽ നീതുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഇത്രയും കാലം അവളെ പോറ്റി വളർത്തിയത് വരെ അവരെ ഓർക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് അവളോട് അവർക്ക് വെറുപ്പുണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം അവൾക്ക് അത്രയധികം ജീവനായിരുന്നു നമ്മുടെ അരീഷ്. അപ്പോൾ എന്ത് സാഹചര്യത്തിലും അവൻ്റെ കൂടെ ജീവിക്കാനും അവനെ സപ്പോർട്ട് ചെയ്യാനും അവൾ അത്രയ്ക്കും എന്താ പറയുക തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരാളുടെ എൻട്രി, അതായത് സുനന്ദ. നമ്മുടെ സുനന്ദ കുറച്ച് കാലം വരെ നമ്മുടെ സീരിയലിൽ സജീവമായിട്ടുണ്ടായിട്ട് അവൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോവാണ്. അതായത് റിയൽ ലൈഫിലല്ല കേട്ടോ, ഈ ഒരു സീരിയലിൽ തന്നെ കല്യാണം കഴിഞ്ഞ് പോയതാണല്ലോ. അങ്ങനെ സുനന്ദയ്ക്ക് വേണ്ടി ഒരു പറ്റ ആരാധകരൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുനന്ദ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രമോയിൽ സുനന്ദനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം കൂടുതലായപ്പോൾ ഇതൊക്കെ കേൾക്കാനും കാണാനുമായിട്ട് സുനന്ദേൻ്റെ അമ്മ ലളിതയും അതുപോലെ ഗംഗാധരനും അവളുടെ മാമനും, അതായത് നമ്മുടെ ഭാസ്കരൻ്റെ ഏട്ടൻ, അവർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് സുനന്ദ വിളിച്ച് പറയുന്നുണ്ട്, പോലീസിനോട് അവൾ തുറന്ന് പറയാണ്, സാർ ഈ ഒരു വീട്ടുകാരെ ഇത്രയധികം നാട്ടിൽ മോശക്കാരാക്കിയത് എൻ്റെ അച്ഛനും അമ്മയാണ്, അതുപോലെ എൻ്റെ മാമനും. അത് കേൾക്കുമ്പോൾ ലളിത പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലളിത അവളെ പിടിച്ചു വലിച്ച് തിരിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കി ചിരിക്കുകയാണ് അവരോട് കേട്ടോ. അപ്പോൾ നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, താങ്ക്സ് ഏടത്തി. കാരണം ആ സമയത്ത് സുനന്ദ വന്നതോടുകൂടെ ആ ഒരു പ്രശ്നത്തിന് കൂടുതൽ അവർക്കൊരു സപ്പോർട്ട് കിട്ടുകയാണല്ലോ ചെയ്തത്. ഇനിയിപ്പോൾ വരും സ്റ്റോറികളിൽ സുനന്ദേൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സുഭാഷ് ഏട്ടനെ ഇനി അവൾ സ്നേഹിക്കാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ സുഭാഷ് ഏട്ടനും ചാന്ദിനിയും തമ്മിലുള്ള ഒരു കോംബോ ഇപ്പം ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ ഒരു കോംബോയിൽ ഇടയിൽ കയറാൻ സുനന്ദയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്കറിയില്ല കേട്ടോ, പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റൂ എങ്ങനെയാണ് കഥ പോകുന്നത് എന്നുള്ളത്. പക്ഷേ അരീഷിൻ്റെയും നീതുവിൻ്റെയും കാര്യത്തിൽ പക്ക സെറ്റായിട്ടുണ്ട്. അവരെന്തായാലും ഒരുമിച്ച് തന്നെ ജീവിക്കാനുള്ളതാണ്. കാരണം നീതുവിൻ്റെ അത്രയധികം ഉള്ളൊരു വാശിയും അവനോടുള്ള ഇഷ്ടവും അവനെ കിട്ടണം എന്നുള്ളൊരു ദൃഢനിശ്ചയമൊക്കെ നമുക്ക് ഉറപ്പിക്കാം. അവരുടെ ബന്ധം എന്തായാലും
അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ സുധീഷും നിധിയുമാണ് കേട്ടോ. അത് നമുക്ക് കണ്ട് തന്നെ അറിയാം അവരുടെ ഫൈറ്റും കുറുമ്പും കുശുമ്പും ഒക്കെ എവിടെ വരെ എത്തും എന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്